തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ മറ്റൊരു കാണ്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതായത് ശിവനെ പ്രാപിക്കാൻ പല പല മാർഗങ്ങൾ സ്വീകരിക്കാം. അതിൽ ഒന്ന് സന്മാർഗ വഴിയാണ്, മറ്റൊന്ന് സഖമാർഗമാണ്, വേറൊന്ന് സൽപുത്ര മാർഗമാണ്, മറ്റൊന്ന് ദാസമാർഗമാണ്. ഈ 4 മാർഗത്തിലൂടെയും ഒരു സാധകന് ശിവസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാം. അതായത് ജനങ്ങൾ, സാധകന്മാർ പലതരത്തിൽ മാനസികാവസ്ഥ ഉള്ളവരായിരിക്കും. അവർക്ക് ഒരു മാർഗം തന്നെ എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയില്ല. അവരവരുടെ മനോഘടനയനുസരിച്ച്, കഴിഞ്ഞ ജന്മ സ്വഭാവമനുസരിച്ച്, ജന്മവാസനകളനുസരിച്ച് അവർക്ക് വ്യത്യസ്തമായ മാർഗങ്ങളാണുള്ളത്. അതിലെ ഒന്ന് ശിവസാക്ഷാത്കാരത്തിന് സത്മാർഗത്തിലൂടെ സഞ്ചരിക്കാം. സത്മാർഗം എന്ന് വെച്ചാൽ സത്ത്, ശിവൻ, ശിവമാർഗം, ജ്ഞാനത്തിൻ്റെ മാർഗം. ആ സത്തായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സാധകന്മാരെ സന്മാർഗികൾ എന്ന് പറയണം. പിന്നെ അതേപോലെ വേറെ ചിലരുണ്ട്, അവർക്ക് സഖമാർഗമാണ്. എല്ലാവരെയും സുഹൃത്തുക്കളായി കാണുന്ന ചില സാധകന്മാരുണ്ട്. അവർക്ക് ഭഗവാനെ സുഹൃത്ത് എന്ന നിലയിൽ ആരാധിച്ച് സാധന ചെയ്യാൻ കഴിയും. അങ്ങനെ സഖമാർഗത്തിലൂടെ ശിവൻ തൻ്റെ സഖാവാണ് എന്ന, തൻ്റെ സുഹൃത്താണ്, തൻ്റെ ഉറ്റ സുഹൃത്താണ്, തന്നെ പിരിയാതെ എപ്പോഴും തൻ്റെ കൂടെ തന്നെയുള്ള ഒരു ഉത്തമ സുഹൃത്താണ് ശിവൻ എന്ന ഭാവത്തിൽ ആ സാധകന് ആരാധിച്ച് ശിവനിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പിന്നെ മറ്റൊന്ന് സത്പുത്രമാർഗമാണ്. അതായത് ഭഗവാൻ ഈശ്വരനും ഭക്തൻ പുത്രനും മകനും അല്ലെങ്കിൽ മകളുമാണ് എന്നുള്ള ആ സങ്കല്പത്തിൽ ഈശ്വര സാധന ചെയ്യാവുന്നതാണ്. അവിടെ അതിന് സത്പുത്രമാർഗം എന്ന് പറയുന്നു. ഭഗവാൻ അവിടെ പിതാവാണ്, രക്ഷകനാണ്. തൻ്റെ ആൾട്ടർ ഈഗോ എന്ന് പറയാവുന്ന ആ രക്ഷകസ്ഥാനത്തുള്ള, പിതൃസ്ഥാനത്തുള്ള ഭഗവാനെ ആ പിതാവ് പുത്രൻ എന്നുള്ള ഭാവത്തിൽ, താനൊരു പുത്രനാണ്, പിതാവാണ്, തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് എന്നുള്ള ആ ശരണാഗത ഭാവത്തിൽ ശിവസാക്ഷാത്കാരത്തിലേക്ക് സാധകന് എത്തിച്ചേരാം. പിന്നെ മറ്റൊന്ന് ദാസമാർഗമാണ്. ഭഗവാൻ യജമാനനും താൻ ദാസനും ആണെന്നുള്ള ഭാവം. താൻ ഭഗവാന്റെ കയ്യിലെ ഒരു കളിപ്പാവയാണ്. രാമകൃഷ്ണ പരമഹംസർ പലപ്പോഴും പറയാറുണ്ട്, രാമകൃഷ്ണ വചനാമൃതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഭഗവാനൊരു യന്ത്രം നടത്തുന്ന ആൾ, ഞാനൊരു യന്ത്രം, ഞാൻ ഭഗവാന്റെ കയ്യിലെ ഒരു കളിപ്പാവ മാത്രമാണ്. ഭഗവാൻ പറയുന്നു, അത് കേട്ടനുസരിച്ച് ഞാൻ ജീവിക്കുന്നു എന്നുള്ള ആ ദാസമാർഗം. ഭഗവാൻ യജമാനനും താൻ ദാസനുമാണെന്നുള്ള ഭാവത്തിൽ ഈശ്വര സാധന ചെയ്യുന്നവർ ദാസമാർഗം. അതുകൊണ്ട് ഓരോരുത്തരുടെ മാനസിക ഘടനയനുസരിച്ചിട്ട് ഇതിൽ ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം. ചിലപ്പോൾ 1-2 മാർഗം സ്വീകരിച്ചവരും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാലും ശിവസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. നമുക്ക് ആദ്യം സന്മാർഗത്തെ പറ്റി നോക്കാം. സന്മാർഗം എങ്ങനെയുള്ളതാണ് എന്ന് ഭഗവാൻ പറയുന്നു, നോക്കൂ. ഗുരുവിനെ ദർശിച്ചിടൂ, പൂജിക്കൂ, ശുശ്രൂഷിക്കൂ, ശത്രുവിനെ കീർത്തിച്ചിടൂ, ഗുരുമൊഴി ചിന്തിച്ചിടൂ, ഗുരുവിൻ്റെ പാദധൂളി ശിരസിലേക്ക്
ചേർക്കൂ. വരുമതിനാലതത്രേ സന്മാർഗ സുപ്രസിദ്ധം. സന്മാർഗികൾ, സത്തായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സാധകന്മാർക്ക് ഒരു ഗുരു അത്യാവശ്യമാണ്. ഗുരുവിനെ ദർശിച്ചിടൂ. ആ ഗുരുവിനെ ദർശിക്കുക. ഗുരു സാക്ഷാൽ ബ്രഹ്മമായിട്ട്, സാക്ഷാൽ ശിവനായി സങ്കല്പിച്ച് ഗുരുവിനെ ദർശിക്കുക. അപ്പോൾ എപ്രകാരമാണോ ഒരു ഭക്തൻ ഈശ്വരൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, അതേപോലെ ഒരു സാധകൻ, ഒരു ശിഷ്യൻ ഗുരുവിനെ ഈശ്വരനായി സങ്കല്പിച്ചുകൊണ്ട് ദർശിക്കുന്നു. പിന്നെ പൂജിക്കൂ. ഗുരുപൂജ ചെയ്യുക തന്നെയാണ് ഒരു സത്മാർഗി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗുരുപൂജയാണ് ഈശ്വര പൂജ എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവർ. പിന്നെ ശുശ്രൂഷിക്കൂ. ഗുരുവിനെ ശുശ്രൂഷിക്കൂ. ഗുരുവിൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച്, ഗുരുവിൻ്റെ ആവശ്യാനുസരണം ഓരോരോ ഗുരുപൂജ ചെയ്യുക. ഗുരുവിൻ്റെ ജോലികൾ ഏറ്റെടുത്ത് നടത്തുക. പിന്നെ ഗുരുവിനെ കീർത്തിച്ചിടൂ. ഗുരുവിൻ്റെ ആ മഹത്വത്തെ കീർത്തിച്ചിടൂ. എന്തിനു വേണ്ടിയാണ് കീർത്തിക്കുന്നത്? മറ്റുള്ളവർ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല, തൻ്റെ തന്നെ മനസ്സിന് കൂടുതൽ ദൃഢത വരുത്തുവാൻ വേണ്ടി, തൻ്റെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ മാറ്റാൻ വേണ്ടി ഗുരുവിനെ ഈശ്വരനെ പോലെ പ്രാർത്ഥിക്കുന്ന, പൂജിക്കുന്ന, ആരാധിക്കുന്ന, ഗുരുസ്തോത്രങ്ങൾ രചിച്ചും അതേപോലെ ഗുരു കീർത്തനങ്ങൾ പാടിയും ഗുരുവിനെ പാടി പുകഴ്ത്തിക്കൊണ്ട് ജീവിക്കുക. പിന്നെ ഗുരുമൊഴി ചിന്തിച്ചിടൂ. ഗുരു പറഞ്ഞത് എന്താണെന്ന് നിരന്തരം മനനം ചെയ്യുക. ഗുരു പറഞ്ഞൊരു വാക്ക്, ആ വാക്ക് അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുക. അപ്പോൾ ഗുരു ചിലപ്പോൾ നമ്മളോട് തത്വമസി എന്നായിരിക്കും പറയുക. ആ തത്വമസി എന്താണെന്ന് നിരന്തരം മനനം ചെയ്ത് തത്വമസിയുടെ പൊരുളിലേക്ക് നാം എത്തിച്ചേരുന്നു. അതും ഏതുകൊണ്ട്? ഗുരു കൃപ കൊണ്ട്. അപ്പോൾ ഗുരു പറയുന്ന ഒരു വാക്ക്, ഗുരു പറയുന്ന ഒരു വാചകം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും മനനം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് രമണ മഹർഷി ചെല്ലുന്ന ഭക്തന്മാരോട് ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കാനാണ് പറയുക. ഹൂ ആം ഐ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുക എന്നാണ് പറയുക. ആ വചനം നിരന്തരം മനനം ചെയ്ത് ഞാൻ ആരാണ് എന്ന് നിരന്തരം മനനം ചെയ്ത് അവസാനം ശിവോഹം എന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു സാധകൻ. ഇതാണ് ഗുരുമൊഴിയുടെ പ്രത്യേകത. അപ്പോൾ ഗുരുമൊഴിയെപ്പറ്റി മനനം ചെയ്യുക. ഗുരു പറയുന്ന ഓരോ വാക്കും ഗുരുവിൻ്റെ വാക്കുകളല്ല. ഗുരു സാക്ഷാൽ ബ്രഹ്മമാണ്, ഗുരു ശിവനാണ്. അപ്പോൾ ശിവമൊഴിയാണ് ഗുരു പറയുന്നത്. ആ രീതിയിൽ വേണം ഗുരുവിൻ്റെ വാക്കുകളെ നാം സ്വീകരിക്കാൻ. പലപ്പോഴും പല സാധകന്മാർക്കും വഴി തെറ്റിയിട്ടുണ്ട്. ഗുരു ചിലപ്പോൾ വഴക്ക് പറയും. ആ വഴക്ക് പറയുന്നത് അത് ഈശ്വരൻ്റെ മൊഴിയായി സ്വീകരിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് നിരന്തരം മനനം ചെയ്താൽ ആ മനസ്സിൻ്റെ അപക്വത മാറിക്കിട്ടുകയും ആ മനഃശുദ്ധി കൈവരുകയും ചെയ്യും. അതിനും ഗുരു കൃപ കൂടിയേ തീരൂ. ഇങ്ങനെയൊക്കെയുള്ള പിന്നെന്ത് വേണം? ഗുരുവിൻ്റെ പാദധൂളി ശിരസിൽ അണിയുക. ഗുരുവിൻ്റെ പാദധൂളി, ഗുരു നടന്ന ചവിട്ടടി പാതയിലെ മണ്ണ് പോലും പരമപവിത്രമായി കരുതുക. അപ്പോൾ ഗുരുവിനെ സാക്ഷാൽ ഈശ്വരനായി തന്നെ ആരാധിക്കുക, ബഹുമാനിക്കുക. ഗുരുവിൻ്റെ അരുള് ഈശ്വരമൊഴി, ശിവമൊഴിയായി കരുതി നിരന്തരം മനനം ചെയ്യുക. ഇങ്ങനെയുള്ളവർക്ക് മുക്തി കൈവരും. അപ്പോൾ ഇവിടെ ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു മഹേശ്വര എന്നുള്ള തത്വമാണ് പറയുന്നത്. ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മത്തെ ആരാധിച്ചുകൊണ്ട്, ആ ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട്, ആ ഗുരുവിൻ്റെ മൊഴികൾ പരമപവിത്രമായ പരമസത്യമാണെന്ന് കരുതി അതിൽ വിശ്വസിച്ച് അതിനെക്കുറിച്ച് മനനം ചെയ്ത് സത്യസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുന്നവരാണ് സന്മാർഗികൾ. ഇതാണ് സന്മാർഗിയുടെ വഴി. അപ്പോൾ സന്മാർഗിക്ക് ഗുരു
ഈശ്വരൻ തന്നെയാണ്, ശിവൻ തന്നെയാണ്. ശിവഭഗവാന്റെ ഉടലെടുത്ത രൂപമാണ് ഗുരു, ഒരു ശിവ സാധകനെ സംബന്ധിച്ചിടത്തോളം. ഇനി നോക്കൂ, ജ്ഞാനം തെളിഞ്ഞില്ലാത്തോർ ശിവനെയൊട്ടറിയുന്നില്ല. ജ്ഞാനം തെളിയാത്തവർ, ജ്ഞാനം പരിപൂർണമായി തെളിഞ്ഞിട്ടില്ല എങ്കിൽ ശിവനെ അറിയാൻ കഴിയില്ല. ജ്ഞാനത്തെ അറിയാതുള്ളവർ ജീവനുമാകുകയില്ല. ഈ ജീവന് മോക്ഷം കിട്ടണമെങ്കിൽ ജ്ഞാനത്തെ അറിയുക തന്നെ വേണം. ജ്ഞാനത്തെ അറിയാത്തവർക്ക്, അജ്ഞാനികൾക്ക് ശിവദർശനം കിട്ടുകയില്ല. ജ്ഞാനത്തെ അറിയാത്തവർ ശിവനായിത്തീരുന്നില്ല. ആരാണോ ശിവനായിത്തീരുന്നത്? ജ്ഞാനി മാത്രമേ ശിവനായിത്തീരുകയുള്ളൂ. ഏതു മാർഗത്തിലൂടെ സഞ്ചരിച്ചാലും അവസാനം ജ്ഞാനമാർഗത്തിൽ എത്തിച്ചേരണം. ജ്ഞാനിക്ക് മാത്രമേ, സത്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ശിവനായിത്തീരാൻ കഴിയുകയുള്ളൂ. സാക്ഷാൽ ശിവനായിത്തീരണമെങ്കിൽ ആ ജ്ഞാനം പൂർണ്ണതയിലെത്തണം. ജ്ഞാനത്തെ ഉണരാത്തവർക്ക് ജനനവും തീരുന്നില്ല. ജ്ഞാനം ലഭിക്കാത്തവർക്ക് ജനനങ്ങൾ അവസാനിക്കുന്നില്ല. അത് ജനന മരണ ചക്രത്തിൽപ്പെട്ട് വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ജ്ഞാനമാണ് സർവശ്രേഷ്ഠം. ഈ ജ്ഞാനമാർഗത്തിലൂടെ, ഈ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ. അപ്പോൾ സന്മാർഗം എപ്പോഴും എങ്ങനെയുള്ളവരായിരിക്കും? ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനാണ്. ജ്ഞാനത്തെ ഉണർന്നില്ലെങ്കിൽ അയാൾക്ക് ശിവ സായുജ്യം കിട്ടുകയില്ല. അപ്പോൾ ജ്ഞാനത്തിന് പരമമായ പ്രാധാന്യം സന്മാർഗികൾ നൽകുന്നു. സന്മാർഗികളുടെ ഈ മാർഗം വളരെ ശ്രേഷ്ഠമാണ്. സാധാരണ ശൈവസിദ്ധന്മാർ സന്മാർഗികൾക്ക് കൊടുക്കുന്ന ഉപദേശം, നീ മാണിക്യവാചകരെ പോലെ ആയിത്തീരുക എന്നാണ് പറയുന്നത്. നീ മാണിക്യവാചകരായി മാറുക. മാണിക്യവാചകർ എന്ന് വെച്ചാൽ ശിവൻ തന്നെ, ശിവനായി മാറുക. അതിന് മാണിക്യവാചകർ എന്ന മഹായോഗിയുടെ മാർഗം സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ സത്മാർഗത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട്, ഏറ്റവും നല്ല മാതൃകയായിട്ട് ശൈവസിദ്ധാന്തികൾ ചൂണ്ടിക്കാണിക്കുന്നത് മാണിക്യവാചകരെയാണ്. മാണിക്യവാചകരുടെ തിരുവാചകത്തിൽ ഈ ജ്ഞാനമാർഗത്തിൻ്റെ ആ കടുംതുടി ധ്വനി നമുക്കെപ്പോഴും കേൾക്കാൻ കഴിയും. നമുക്കതിലേക്കൊന്ന് കുറച്ച് പ്രവേശിക്കാം. അപ്പോൾ ജ്ഞാനമാർഗത്തിന് ഉദാഹരണമായി, മാതൃകയായി നമുക്ക് സ്വീകരിക്കാവുന്നത് തിരുവാചകകർത്താവായ മാണിക്യവാചകരെയാണ്. മാണിക്യവാചകരുടെ ജീവിതത്തിലൊരു സംഭവം ജീവചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് മാണിക്യവാചകർ കവിതകൾ ഒരുപാട് എഴുതും, അത് പാടും, പക്ഷെ അതൊന്നും ആരും കുറിച്ച് വയ്ക്കില്ല. മാണിക്യവാചകർ ഹൃദയത്തിൽ ശിവനെ കാണുമ്പോൾ ഓരോരോ പാടലുകൾ എഴുതും, പക്ഷേ അതെന്നിട്ട് ആ കൂടിയിരിക്കുന്ന സാധകന്മാരുടെ മുമ്പിൽ പാടുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭക്തൻ്റെ വേഷത്തിൽ ഒരാൾ അവിടെ വരികയാണ്. മറ്റാരും ഉണ്ടായിരുന്നില്ല. ഈ ഭക്തൻ്റെ വേഷത്തിൽ വന്നത് സാക്ഷാൽ ശിവൻ തന്നെയാണ്. അങ്ങനെ സാക്ഷാൽ ശിവഭഗവാൻ ഒരു ഭക്തൻ്റെ വേഷത്തിൽ മാണിക്യവാചകരുടെ അടുത്തെത്തുന്നു. എന്നിട്ട് പറയുന്നു, നീ ഇന്നേ വരെ എഴുതിയ കവിതകൾക്ക് എനിക്ക് കേൾക്കണം, അതുകൊണ്ട് എൻ്റെ മുമ്പിൽ അത് ചൊല്ലൂ എന്ന് പറയണം. അങ്ങനെ മാണിക്യവാചകർ തൻ്റെ കവിതകൾ ഒന്നൊന്നായി ഈ ഭക്തൻ്റെ മുമ്പിൽ പാടിക്കേൾപ്പിച്ചു. അദ്ദേഹം അത് കുറിച്ചെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഭക്തൻ പോവുകയും ചെയ്തു. മാണിക്യവാചകർക്ക് ഇത് ആരാണെന്ന് മനസ്സിലായില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജീവചരിത്രകാരന്മാർ പറയുന്നത് ഇത് ഭഗവാൻ ശിവനാണ്. ഭഗവാൻ ശിവൻ ഈ കവിതയുടെ മഹത്വം കണ്ടിട്ട് ശിവലോകത്തിലേക്ക് ചെന്നിട്ട് അവിടെ ശിവപാർഷദന്മാരെയും അവിടെ കൂടിയിരിക്കുന്ന മറ്റ് ഭൂതഗണങ്ങളെയും എല്ലാം ഈ കവിത ചൊല്ലിക്കേൾപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ കവിതകൾ എഴുതിയ കവിതയുടെ ആ പകർപ്പ് മുഴുവനും ഭഗവാൻ ചിദംബരം ക്ഷേത്രത്തിൽ ചിദംബരേശൻ്റെ മുമ്പിലുള്ള തൃപ്പാദങ്ങളിൽ പടിയിൽ വച്ചു. എന്നിട്ട് അപ്രത്യക്ഷനായി.
പിറ്റേ ദിവസം പൂജാരി നട തുറക്കുമ്പോൾ ഒരു വലിയ പുസ്തകം ഈ ശിവവിഗ്രഹത്തിനടുത്തിരിക്കുന്നു. അത് മാണിക്യവാചകരുടെ കവിതകളായിരുന്നു. ഭക്തന്മാർ ഇത് കേട്ട് ഒരുപാട് പേർ അവിടെ ഓടിയെത്തി. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാണിക്യവാചകർ തന്നെ കൊണ്ടുവച്ചതായിരിക്കും എന്ന് പറഞ്ഞു. മാണിക്യവാചകരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മാണിക്യവാചകർ പറഞ്ഞു, ഞാനല്ല ഇത് കൊണ്ടുവന്ന് വെച്ചാൽ, എനിക്കറിയില്ല, ശിവഭഗവാൻ തന്നെയായിരിക്കും ഇത് കൊണ്ടുവന്ന് വെച്ചത് എന്ന് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഭക്തന്മാർ പറഞ്ഞു, അതിന് തെളിവായിട്ട് മുദ്ര വേണം, ഭഗവാന്റെ മുദ്ര ഞങ്ങൾക്ക് വേണം, എന്നാൽ ഞങ്ങളത് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭക്തന്മാർ മാണിക്യവാചകരെയും കൂട്ടിക്കൊണ്ട് ചിദംബരം ക്ഷേത്രത്തിലെ ചിദംബരേശൻ്റെ മുമ്പിലേക്ക് ചെന്നു. അപ്പോൾ ചിദംബരേശനോട് അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ഇതിന് ഒരു മുദ്ര ചാർത്തി കൊടുക്കൂ, ഒരു തെളിവ് ഹാജരാക്കൂ എന്ന് പറഞ്ഞു. ആ സമയം മാണിക്യവാചകർ ഒരു ജ്യോതിയായി മാറി എന്നാണ് പറയുന്നത്. ശിവജ്യോതിയായി നിന്ന് പ്രകാശിച്ചു. ഇതേവരെ മനുഷ്യ ശരീരമായിരുന്ന മാണിക്യവാചകർ ഈ സമയത്ത് ഒരു ശിവജ്യോതിയായി അവിടമാകെ മഹാജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തിക്കൊണ്ടു നിന്നു. അല്പനിമിഷങ്ങൾക്കകം ആ പ്രകാശം ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചിദംബരേശ വിഗ്രഹത്തിലേക്ക് ലയിച്ചു ചേരുകയും ചെയ്തു. സായുജ്യമുക്തി, ഇതിനാണ് സായുജ്യമുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാണിക്യവാചകർ ശിവമുദ്ര എന്താണെന്ന് സ്വജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത മഹാകൃതിയാണ് തിരുവാചകം എന്നോർക്കുക. അപ്പോൾ തിരുവാചകത്തിലെ ഓരോ വാക്കും ശിവമൊഴിയാണ്. ഇതിൽ ഒരു ഭാഗമുണ്ട്, തിരുവാചകത്തിലെ വളരെ പ്രശസ്തമായ ഒരു ഭാഗമുണ്ട്, പള്ളി ഉണർത്തൽ എന്നാണ് പറയുന്നത്. പള്ളി ഉണർത്തൽ, ശിവനെ ഉണർത്തുന്ന ഒരു ഉണർത്ത് പാട്ടാണിത്. അതായത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശിവനെ ഈ പാട്ട് പാടിയാൽ, മാണിക്യവാചകരുടെ ഈ പള്ളി ഉണർത്തൽ പാടിയാൽ നമ്മുടെ മനസ്സിൻ്റെ ആവരണങ്ങളെല്ലാം തിരോഭവിച്ചിട്ട് സാക്ഷാൽ ശിവനായിട്ട് നമ്മൾ പരിണമിക്കും എന്നാണ് പറയുന്നത്. ഇതാ നമുക്ക് ആ ഗാനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലേക്ക് കിടക്കാം. പോറ്റിയൻ ജീവിതം തരും ആദിപ്പൊരുളേ, മുറ്റിടും ഇരുളകന്നൊരുന്നെൻ്റെ വരവായി, പുഞ്ചിരി പൊഴിയും നിൻമുഖം കണി കണ്ടാൻ. ഇതാ എൻ്റെ മുമ്പിലേക്ക് അല്ലയോ ഭഗവാൻ ശിവൻ വരുന്നു. എങ്ങനെ പുഞ്ചിരി പൊഴിയും നിൻമുഖം കണി കണ്ടാൻ. ഞാൻ ഇന്ന് ഉണർന്നപ്പോൾ കണി കാണുന്നത് അല്ലയോ ഭഗവാനെ അങ്ങയുടെ പുഞ്ചിരി പൊഴിക്കുന്ന നിൻമുഖമാണ്. നിൻ ചരണം മല തൂങ്ങി വണങ്ങാം. നിൻ്റെ പാദങ്ങളിൽ ഞാനിതാ പുഷ്പങ്ങൾ, ഈ വാക്കുകളാകുന്ന പുഷ്പങ്ങൾ തൂകി അർച്ചിച്ച് വണങ്ങുന്നു. താമരമലർ വിരിഞ്ഞിടും ചെളിയോടിളങ്കളിർ തരും നെടും വയലുകൾ ചൂഴും തിരു പെരുന്തുറയതിലെ വാണരുന്നുള്ളോൻ ഇരുളകറ്റാൻ പള്ളി ഉണർന്നരുളിയിടൂ. ഇരുളകറ്റാൻ അല്ലയോ പെരുന്തുറയിൽ വാഴുന്ന അല്ലയോ ഭഗവാനെ അങ്ങ് പള്ളിയുണരൂ എന്ന് പറഞ്ഞാണ് ഈ പാട്ട് ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ശിവനെ പാടി ഉണർത്തുകയാണ്. ഇതിനർത്ഥം ഈ പള്ളിയുണർത്തൽ പാട്ട് നമ്മുടെ മനസ്സിലെ ആവരണത്തിനെ പരിപൂർണമായും ഇല്ലാതാക്കി മാറ്റി നമ്മളെ ജ്ഞാനമാർഗത്തിലേക്ക് എത്തിക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അരുണനും പൂർവ്വദിങ്മുഖത്തെത്തി. അരുണ ഭഗവാൻ ഇതാ പൂർവ്വമുഖത്ത് എത്തിക്കഴിഞ്ഞു. ഇരുളുകൾ എവിടെയോ പോയി മറഞ്ഞു. അതോടെ ഇരുട്ട് മുഴുവൻ മാഞ്ഞു. കരുണയോടെ രവി ഉയരവേ നയനം വിരിച്ചംജം പരിമളം വിതറും തൂകും. അപ്പോൾ ഇതാ സൂര്യഭഗവാൻ വിരിഞ്ഞു കഴിഞ്ഞു. കരുണയോടെ രവി ഉണരവേ അംബുജം നയനം വിരിച്ച് വിടരുന്നു. താമര വിരിയുന്നു.
അപ്പോൾ സൂര്യൻ്റെ മുമ്പിൽ, സൂര്യപ്രകാശത്തിന് മുമ്പിൽ, സൂര്യോദയത്തിന് മുമ്പിൽ എങ്ങനെയാണോ താമര വിരിയുന്നത്, അതേപോലെ എൻ്റെ മനസ്സാകുന്ന താമര ഇതാ വിരിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സൂര്യൻ ശിവഭഗവാനാണ്, ഭഗവാനാണ് സൂര്യൻ. നമ്മൾ സൂര്യോപാസന വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. മധുവിദ്യ എന്നാണ് അതിന് പറയുക. ഈ മധുവിദ്യയിൽ നാം നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന സൂര്യൻ്റെ തേജസ്സിനെ, അതായത് ജ്ഞാനത്തിൻ്റെ തേജസ്സിനെ ഉണർത്തുന്ന ഒരു വിദ്യയാണ് മധുവിദ്യ. നമുക്കതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ പറയുന്നത് താനൊരു താമര മൊട്ടാണ്. ഈ താമരമൊട്ടിന് വിരിയണമെങ്കിൽ ആര് വേണം? സൂര്യൻ്റെ ഉദയം വേണം. അങ്ങനെ സൂര്യോദയത്തിൽ താമരമൊട്ടാകുന്ന ഈ സാധകൻ്റെ ഹൃദയം പയ്യെ പയ്യെ വിടരുന്നു. അപ്പോൾ പുഞ്ചിരി തൂകുന്ന ഭഗവാനെ, സൂര്യഭഗവാനെ, ശിവഭഗവാനെ ഞാനിതാ കാണുന്നു. അതോടെ എൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ ആവരണങ്ങളും ഒഴിഞ്ഞു മാറി, എൻ്റെ ഹൃദയത്തിലെ ഇരുട്ട് മാറി, അവിടെ ജ്ഞാനം പ്രകാശിച്ചു. ജ്ഞാനം പ്രകാശിക്കുമ്പോൾ ഇരുട്ട് അത്രമേൽ സ്വാഭാവികമായി ഒഴിഞ്ഞു പോകും. അതുപോലെ ജ്ഞാനപ്രകാശത്താൽ എൻ്റെ ഹൃദയത്തിലെ ആവരണങ്ങളെല്ലാം തിരോഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലയോ ഭഗവാനെ, ഇന്ന് ഞാൻ അങ്ങായി കഴിഞ്ഞിരിക്കുന്നു, ശിവനായി കഴിഞ്ഞിരിക്കുന്നു, ശിവോഹം എന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ പള്ളിയുണർത്തൽ പാട്ടിൽ മാണിക്യവാചകർ പറയുന്നത്. നമുക്ക് ഭാവിയിൽ ഈ മാണിക്യവാചകരുടെ തിരുവാചകം കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ ശ്രമിക്കാം. അപ്പോൾ ഈ ഭാഗത്ത് സന്മാർഗത്തിൽ ഇനി കുറച്ചുകൂടി ഭാഗങ്ങളുണ്ട്, നമുക്ക് നിർത്താം. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.